ഷഫീദ് റാവുത്തർ നമ്മളോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത്. ഷഫീദ്, ഇത് FCRA ചട്ടലംഘനം നടന്നു, അതുകൊണ്ട് ഇത് ഞങ്ങളുടെ അന്വേഷണ പരിധിയിൽ നിൽക്കുന്നതല്ല, CBI വരട്ടെ എന്നതാണ് വിജിലൻസിന്റെ ശുപാർശ. പക്ഷേ ഈ ശുപാർശ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ട് 1 വർഷമായി. ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചു കഴിഞ്ഞു. എന്തായിരിക്കും സർക്കാർ ഈ കാര്യത്തിൽ, എങ്ങനെയായിരിക്കും സർക്കാർ ഈ വിഷയത്തിൽ മുന്നോട്ട് പോവുക? എന്തുകൊണ്ടാകാം 1 വർഷം മുൻപ് നൽകിയിട്ടുള്ള ഈ ശുപാർശയിൽ ഒരു നടപടിയും, അന്ന് നിയമോപദേശം തേടി എന്നതിനപ്പുറത്തേക്ക് ഒന്നും സർക്കാർ ചെയ്യാതിരുന്നത്? ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വരുന്നതിലൂടെ ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള ഒരു രാഷ്ട്രീയ വേട്ടയാണ് എന്ന കോൺഗ്രസിന്റെ ആരോപണം ശരിവെക്കപ്പെടുകയാണോ? എങ്ങനെയായിരിക്കും ഇടതുമുന്നണിയും സർക്കാരും ഈ വിഷയത്തെ സമീപിക്കാൻ പോകുന്നത്? ജിക്ക്, ഇക്കാര്യത്തിൽ കൗതുകമുള്ളൊരു കാര്യം, മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, വിദേശ വിനിമയ ചട്ടലംഘനം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സംസ്ഥാനത്തെ ഒരു ഏജൻസിക്ക് അത് അന്വേഷിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് വിജിലൻസ് ആ രീതിയിൽ ശുപാർശ ചെയ്തെന്നുള്ളതാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യം. 1 വർഷം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട്, അതിൽ ശുപാർശ അടങ്ങിയിട്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുൻപിലേക്ക് എത്തുന്നത്. ശേഷം ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയിരുന്നു. അപ്പോഴും ചില ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും ഒക്കെ സംസ്ഥാനത്തെ സംബന്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾക്ക് സ്വാഭാവിക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്കയുണ്ടാക്കും. കാരണം നേരത്തെ തന്നെ പലതരത്തിൽ ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അടക്കം, ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സംബന്ധിച്ച ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് CPM-ന്റെ അടക്കം നിലപാട് അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനെതിരെ ഇങ്ങനൊരു കേസും അതിന്റെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾക്ക് സർക്കാരിന് രാഷ്ട്രീയമായി വിശദീകരിക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും വിജിലൻസിന്റെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ വിശദമായ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം, പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് CBI അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. അതിലവർ പറയുന്ന കാര്യം, FCRA നിയമത്തിന്റെ ലംഘനം, സ്വകാര്യ സന്ദർശനത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി നേടിയ ശേഷം വിദേശത്ത് പോയി ഫണ്ട് സ്വരൂപിച്ചതും അത് കേരളത്തിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചതിലെ നിയമലംഘനം എന്നിവ വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നു. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. FCRA നിയമം 2010 സെക്ഷൻ 3(2)A പ്രകാരം CBI അന്വേഷണം നടത്തണമെന്നുള്ളതാണ് ഇക്കാര്യത്തിലെ ശുപാർശ. അതേസമയം ഈ നിയമസഭാ സാമാജിക നിലയിൽ കേരള നിയമസഭയുടെ റൂൾ ഓഫ് പ്രൊസീജിയേഴ്സിലെ അനുബന്ധം 2-ലെ റൂൾ 41 പ്രകാരം നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ സ്പീക്കർ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യം കൂടി ശുപാർശ ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത്, മണപ്പാട് ഫൗണ്ടേഷൻ എന്ന പേരിൽ പുനർജനി പദ്ധതിക്കായി ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് വിദേശത്ത് നിന്നും പണം സ്വീകരിച്ചത് എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, UK-യിൽ നിന്നും 22,500 പൗണ്ട് 19,95,880 രൂപ വിവിധ വ്യക്തികളിൽ നിന്നും സമാഹരിച്ച് മണപ്പാട് ഫൗണ്ടേഷന്റെ അക്കൗണ്ട്സിലേക്ക് അയച്ചുവെന്നും വിജിലൻസ് അവരുടെ അന്വേഷണത്തിന് ശേഷം കണ്ടെത്തലായി പറയുന്നുണ്ട്. ഏതായാലും അതിൽ തെളിവടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു. FCRA നിയമം 2010 സെക്ഷൻ 3(2)A പ്രകാരം CBI അന്വേഷണം വേണമെന്നും, അതോടൊപ്പം തന്നെ ഷഫീദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നിയമസഭാ ചട്ടം അനുബന്ധം 2-ലെ റൂൾ 41 പ്രകാരം MLA എന്ന തരത്തിൽ നടത്തിയ നിയമലംഘനത്തിന് സ്പീക്കർ നടപടിയെടുക്കണം എന്ന ശുപാർശ. അങ്ങനെ 2 പ്രധാനപ്പെട്ട നടപടികളാണ് വിജിലൻസ് ശുപാർശ നൽകിയിരിക്കുന്നത്, അല്ലേ? ഉറപ്പായിട്ടും 2 തരത്തിൽ. അതിൽ ഒന്നാമത്തേത് അന്വേഷണവുമായി ബന്ധപ്പെട്ട ശുപാർശയും, രണ്ടാമത്തേത് ഈ നിയമസഭാ ചട്ടപ്രകാരമുള്ള അന്വേഷണത്തിനുള്ള ശുപാർശയും. അതിൽ തെളിവ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വിജിലൻസ് സംഘം പറയുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ തെളിവെന്ന രീതിയിൽ അവർ പറയുന്നത്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കുറിപ്പിന്റെ, ഈ റിപ്പോർട്ടിന്റെ ആദ്യ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട്, UK-യിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവരോട് പ്രളയബാധിതരായ സ്ത്രീകൾക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായി നെയ്ത്ത് യന്ത്രം വാങ്ങാൻ 500 പൗണ്ട് വീതം നൽകണമെന്ന് VD സതീശൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോ തെളിവായി വിജിലൻസ് പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വിജിലൻസ് പറയുന്ന കാര്യം. ഏതായാലും നിർണായകമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലെ തീരുമാനം അത് വരും ദിവസങ്ങളിൽ ചർച്ചയാകും. ഏതെങ്കിലും തരത്തിൽ വിജിലൻസ് അന്വേഷണം വന്നാൽ അത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്നൊക്കെയുള്ള ആശങ്ക CPM-നെ സംബന്ധിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് VD സതീശൻ നേരത്തെ തന്നെ പല ആവർത്തി ഏത് അന്വേഷണത്തെ താൻ സ്വാഗതം ചെയ്യുന്നുവെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും CBI അന്വേഷണം അത് VD സതീശനെ സംബന്ധിച്ച് ഒരു കുരുക്കായി മാറുകയും ചെയ്യും. GK. ശരി, ഷഫീദ് റാവുത്തർ, മാർ ശ്രീജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.